2007 ഞങ്ങൾക്ക് വരുമാനം കിട്ടി. 1000, അതായത് ഏകദേശം 1000 രൂപ അല്ലെങ്കിൽ 1000 രൂപയിൽ കൂടുതലായിട്ടൊക്കെ വരുമാനം വന്നു തുടങ്ങി. അത് കുറഞ്ഞിട്ടുണ്ടാവും, ചില മാസങ്ങളിൽ കുറഞ്ഞിട്ട് ചില മാസം കൂടിയിട്ട്. അതായത് ആളുകളോട് നമ്മൾ പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞ ആദ്യം പറഞ്ഞ 500 പേർക്ക്, ഞാൻ കണക്കെടുത്ത് പറയുകയാണെങ്കിൽ മൂർത്തി സാർ ആദ്യം പറഞ്ഞ 500 പേർക്ക് RCM ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം എൻ്റെ അച്ഛൻ മൂർത്തി സാറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് RCM പറഞ്ഞു തരൂ. എൻ്റെ അമ്മ കൂടെ ഉണ്ട്, ഞാനും ഉണ്ട്. അന്ന് മൂർത്തി സാറ് പറഞ്ഞത് എന്താന്ന് അദ്ദേഹത്തിനെ അറിയുള്ളൂ. അദ്ദേഹത്തിന് RCM ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരുന്നില്ല പോലെ. അതായത് നന്ദനത്തിലെ ബാലാമണി പറയുന്ന പോലെ ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് മൂർത്തി സാറ്. ഇങ്ങോട്ട് പറയാനായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമുക്ക് കിട്ടിയ ആദ്യത്തെ 500 ജോയിനിങ് എന്ന് പറഞ്ഞാൽ അതുപോലെയായിരുന്നു. അവർക്ക് ആർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ പറഞ്ഞ് മൂർത്തി സാറ് മിടുക്കനായി. പിന്നീട് അതിന്റെ ഫലമാണ് ഈ പറയുന്ന ഇൻകം കൂടുക എന്ന് പറയുന്നത്. 2008 വരുമാനം നോക്കൂ, 2000 രൂപ. പിന്നീട് അത് 4000 രൂപ, അടുത്ത വർഷം വരുമ്പോൾ 4000, 5000 അങ്ങനെ പോയ വർഷം 2008 അത് പിന്നീട് 10,000ങ്ങളായി. പിന്നീട് 20,000 ആയിട്ടുണ്ടാവും, 30,000 ആയിട്ടുണ്ടാവും, 40. നമ്മുടെ വർക്കിനനുസരിച്ച് ടീം വളർന്നു, വരുമാനം വർദ്ധിച്ചു. ഇന്ന് 2025 എത്തി നിൽക്കുമ്പോ ഞങ്ങൾക്ക് കിട്ടുന്ന മാസ വരുമാനം 11 ലക്ഷം രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഏത് നമ്മൾ മക്കളെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഏത് പ്രൈവറ്റ് തലത്തിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിൽ ഏത് ഉയർന്ന ജോലിയിലുള്ളവർക്കാണ് ഇത്രയും വരുമാനം കിട്ടുന്നത്? ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി നമ്മൾക്ക് 15 ലക്ഷം കിട്ടുന്നതല്ല. ഇതിൽ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾ ഈ ഒരു വരുമാനം വാങ്ങിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ നിങ്ങളുടെ ടീമിൽ 5 ലക്ഷം രൂപ പ്രതിമാസം വരുമാനം വാങ്ങിക്കുന്ന ആളുണ്ടാവും, 3 ലക്ഷത്തിലേറെ വരുമാനം വാങ്ങിക്കുന്ന ആളുകളുണ്ടാവും, 1 ലക്ഷത്തിലേറെ വരുമാനം വാങ്ങിക്കുന്ന ഇന്ന് ഞങ്ങളുടെ ടീമില് യുവതികളുണ്ട്, യുവാക്കളുണ്ട്, അപ്പൂപ്പന്മാരുണ്ട്, അമ്മൂമ്മമാരുണ്ട്. അത്രയും പ്രൗഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് സഫയർ എന്ന് പറയുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്. അതിലേക്കുള്ള യാത്ര നിങ്ങൾ വിചാരിച്ച പോലെ എളുപ്പമൊന്നും ആയിരുന്നില്ല. കഠിന പ്രയത്നം ഉണ്ടായിട്ടുണ്ട്, ത്യാഗം. അതായത് മൂർത്തി സാറും ഞാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നായിരുന്നു എപ്പോഴും ലൈവായിട്ട് ക്രിക്കറ്റ് കാണുന്നത്. വീട്ടിലെ ജോലി കഴിഞ്ഞ് വന്ന അപ്പൊ TV-യിൽ ലൈവായിട്ട് ക്രിക്കറ്റ്, ഇന്ത്യ പാകിസ്ഥാൻ ആണെങ്കിൽ പറയും വേണ്ട, അവിടെ നനഞ്ഞില്ല എന്നുള്ളത്. അങ്ങനെ നമുക്കുണ്ടായിരുന്ന കുറെ ഇഷ്ടങ്ങൾ, ഫാമിലിയായിട്ട് സിനിമയ്ക്ക് പോവുക, ഫാമിലിയായിട്ട് കറങ്ങാൻ പോവുക, ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കുക, വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ, എല്ലാം സെലിബ്രേഷനാണ് ഇന്നത്തെ കാലത്ത് അല്ലെ. അതൊക്കെ ഇഷ്ടമുള്ള ഫാമിലിയുടെ ആയിരുന്നു. പക്ഷെ ഈ ഇഷ്ടങ്ങളെയൊക്കെ കുറച്ച് വർഷങ്ങളേക്ക് ഒന്ന് കെട്ടിവെച്ച് RCM മാത്രം ഒന്ന് ഫോക്കസ് ചെയ്തപ്പോ ഞങ്ങൾക്കുണ്ടായ പുരോഗതി, അത് വരുമാനത്തിലായാലും മറ്റുള്ളവർക്ക് വരുമാനം വാങ്ങിക്കൊടുക്കുന്നതിലായാലും മറ്റുള്ളവർക്ക് ആരോഗ്യം വാങ്ങിക്കൊടുക്കുന്നതിലായാലും അല്ലെ, അതിലൂടെയൊക്കെ കിട്ടിയ ഒരു പൊസിഷൻ എന്ന് പറയുന്നതാണ് ഈ ഒരു സഫയർ എന്ന് പറയുന്നത്. ഇതിലൂടെ ധാരാളം വിദേശ യാത്രകൾ ഞങ്ങൾക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്.